പ്രിയദർശൻ സംവിധാനം ചെയ്ത ചിത്രം പുറത്തിറങ്ങിയത് 1988-ലാണ്. ചരിത്ര വിജയമാണ് ആ സിനിമ നേടിയത്. 366 ദിവസം പ്രദർശിപ്പിച്ച് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച വിജയ ചിത്രങ്ങളുടെ പട്ടികയിൽ ചിത്രം ഇടം പിടിച്ചു. ഇപ്പോഴും ടിവിയിൽ ഏറ്റവും അധികം പ്രേക്ഷകരുള്ള സിനിമ കൂടിയാണ് ചിത്രം. 40 ലക്ഷത്തോളമായിരുന്നു സിനിമയുടെ ബജറ്റ്. ഇപ്പോൾ പുലിമുരുകനിൽ നടന്നതുപോലെ ഒരു മോഹൻലാൽ മാജിക് ആ സിനിമയുടെ കാര്യത്തിലും സംഭവിച്ചു. അന്ന് 3.5 കോടിയിലേറെ ലാഭം നേടിയ ചിത്രം നിർമ്മാതാവ് PKR പിള്ളയ്ക്ക് വൻ നേട്ടമായി. വിജയത്തിൽ മനസ്സ് നിറഞ്ഞ PKR പിള്ള നായകൻ മോഹൻലാലിന് ഒരു മാരുതി കാർ സമ്മാനമായി നൽകിയത് അക്കാലത്ത് വലിയ വാർത്തയായിരുന്നു. പ്രശസ്ത സംവിധായകൻ മണിരത്നം പിന്നീട് വർഷങ്ങളോളം ചിത്രം സിനിമ വീണ്ടും വീഡിയോ കാസറ്റ് ഇട്ട് കാണുമായിരുന്നു. തീർത്തും അവിശ്വസനീയമായ ഒരു കഥയെ ഇങ്ങനെ ഇത്രയും വിശ്വസനീയമായ രീതിയിൽ അവതരിപ്പിച്ച് വിജയം നേടി എന്നതിന്റെ ടെക്നിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു അത്. ചിത്രത്തിനൊപ്പം മോഹൻലാലിന്റെ തന്നെ ഉത്സവ പിറ്റേന്നും റിലീസായി. ഉത്സവ പിറ്റേന്നിനായിരുന്നു ആദ്യമൊക്കെ തിരക്ക്. പിന്നീട് തിയേറ്ററുകളിലെ അവസ്ഥ മാറി. ഇന്നത്തെ പുലിമുരുകൻ തരംഗം പോലെ പിന്നീട് ചിത്രത്തിന്റെ തരംഗമായി. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.